ഇരിക്കണം? മഴ പെയ്താൽ വെള്ളം ചോരും. ഇത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്കാർ മനുഷ്യരല്ല, ഞങ്ങൾ മനുഷ്യരാ. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ ഇതുള്ളതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടുന്നു. കോംപ്ലക്സ് പൊളിച്ചിട്ട് 8 കൊല്ലമായി. ആ 8 കൊല്ലം കൊണ്ട് ആ പൊളിച്ച രീതിയിൽ തന്നെ ആ കോംപ്ലക്സ് കിടക്കും. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് പൊളിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഒരു കച്ചവടക്കാർക്കും കടകൾ കിട്ടത്തുമില്ല. ഇവരൊരു ലാഭം മാത്രമാണ് ഇത് നോക്കുന്നത്. വേറെ ആരും തരാനും ഇല്ല, എടുക്കാനും ഇല്ല. ഇപ്പം മാറാൻ പറ്റത്തില്ല. തീ പിടിച്ച് ഞങ്ങളുടെ കട നശിച്ചു പോയി 4-5 വർഷത്തിന് മുമ്പ്. എന്നിട്ട് അവരൊന്നും സഹായിച്ചില്ല. കടവും കടത്തിന്റെ മേലെ കടവും വാങ്ങിച്ച ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇതാക്കി. ആ കടം വീട്ടാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. മുനിസിപ്പാലിറ്റിയിലാണ് ഞങ്ങളൊക്കെ പൈസ അടയ്ക്കുന്നതും ബ്ലേഡും കടവും ഒക്കെ വാങ്ങിച്ചാണ് അടയ്ക്കുന്നത്. ഇപ്പോഴും ബ്ലേഡും കടവുമായിട്ട് തന്നെ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഉപജീവനം വയറുവഴുപ്പ് നടത്തുന്നേ അല്ലാതെ സമ്പാദ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവരിത് പൊളിക്കണമെന്ന് പറയുന്നത് 3-4 വ്യക്തികളുടെ നിർബന്ധമാണ്. ആ നിർബന്ധ പ്രകാരമാണ് ഇവരിതിപ്പോൾ പൊളിക്കാൻ പോകുന്നത്. കടവും കടത്തിൻ്റെ പുറത്തായിട്ടൊക്കെ കിടക്കുക. ഇപ്പം മാറാൻ ഒക്കത്തില്ല, വാടകയ്ക്കാണ് കിടക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വേറെ ഒരു ഓർത്തയില്ല എനിക്ക്. വേറെ ആരും തരാനും ഇല്ല, എടുക്കാനും ഇല്ല. ഇപ്പം മാറാൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ വാടകയ്ക്കാണ് കിടക്കുന്നത്. ഞാൻ പൈസ തന്നെ അടച്ചിട്ട് ഞാൻ 1 മാസം ആയതേ ഉള്ളൂ. ഇന്നലെ ആയപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ. ഞാൻ കടം മറിച്ച് കൊണ്ട് അടച്ചിട്ട്. അതിനവരെന്നെ കടന്ന് വിളിച്ച് എനിക്ക് സംസാരശേഷി പോലും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ? മറക്കി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. എവിടെ പോയിരുന്ന ജീവിക്കും ഞാൻ? ഇപ്പം നിങ്ങൾ അതിന് മാറണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. മാറാൻ പറ്റത്തില്ല. ഇപ്പം മാറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഓണം കഴിഞ്ഞിട്ട് അവർ പറയുന്നിടത്തോട്ട് മാറും. അതേ ഇപ്പം മാറും. ഇന്ന് വരുമെന്ന് പറയുന്നു. എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ സമയമൊന്നും പറഞ്ഞില്ല. ഇവിടെ വരുമെന്ന് പറയുന്നു. ഞാൻ ഈ മാർക്കറ്റിൽ 38 വർഷമായി കച്ചവടം ചെയ്യുന്ന ആളാണ്. എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ ഞാൻ ഇവിടെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. കാലാകാലങ്ങളിൽ ഞങ്ങളെ മുനിസിപ്പാലിറ്റിക്കാർ, അന്ന് പഞ്ചായത്തായിരുന്നു, ഞങ്ങൾ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ പലതവണയും. ആദ്യ തവണ ഈ ബിൽഡിങ് വയ്ക്കാൻ വേണ്ടി ഞങ്ങളെ മേളിൽ ഇരുന്ന് പിന്നെ ഞങ്ങളെല്ലാവരെയും ഒഴിപ്പിച്ച് അവിടെ ഇവിടെയാക്കി. ഞങ്ങളുടെ ജീവിതം മൊത്തം തകർന്നു പോയി. രണ്ടാമത് ഞങ്ങൾ പിന്നെ ചെറിയ ഷെഡൊക്കെ കെട്ടി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ ബിൽഡിങ് വെച്ച് 3 നിലയ്ക്ക് ബിൽഡിങ് വയ്ക്കാമെന്ന് പറഞ്ഞ് അത് തുടങ്ങിയത്. 3 നിലയ്ക്ക് ബിൽഡിങ് വെച്ച് നിങ്ങളെ കച്ചവടത്തിന് ഇരുത്താമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ 1 നില പൂർണ്ണമായിട്ടും തീർന്നില്ല. അതിനകത്ത് ഞങ്ങളെ അവിടെ ഇവിടെ ഷെഡ് അല്ല ചെറിയ കാണങ്ങൾ വരച്ച് അവിടെ ഇരുത്തി. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും പറയുക, നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയി അവിടെ അടുത്തുള്ളൊരു വസ്തു എടുത്തിട്ട് അവിടെ പോയിരിക്കണമെന്ന്, ഇവിടെ പണിയാൻ പോവാന്ന്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 ഏക്കർ സ്ഥലമുള്ള മാർക്കറ്റാണ്. 1 ഏക്കർ സ്ഥലത്ത് ഇപ്പം 40 സെൻറ്റിലേ ഉള്ളൂ ഈ ബിൽഡിങ് നിൽക്കുന്നത്. ബാക്കി 60 സെൻറ്റ് ഫ്രീ ആയിട്ട് കിടക്കുക. വർഷം 40,000 50,000 ഒക്കെ ഓരോ കടയ്ക്കും പിന്നെ പല തുകയ്ക്കാണ്. 40, 50, 30 ഇങ്ങനെ ഓരോ കടയ്ക്കും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ലൈസൻസ് വേറെ, പിന്നെ തൊഴിൽക്കാരൻ വേറെ, പിന്നെ തൂക്കുന്നതിന് വരെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു സഹായവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. തീ പിടിച്ച് ഞങ്ങളുടെ കട നശിച്ചു പോയി 4-5 വർഷത്തിന് മുമ്പ്. എന്നിട്ട് അവരൊന്നും സഹായിച്ചില്ല. ഞങ്ങൾ വീണ്ടും പഴയതുപോലെ ഞങ്ങൾ നുള്ളിപ്പറക്കി പലിശക്കൊക്കെ എടുത്ത് ഞങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞങ്ങളിവിടെ മാറിപ്പോണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവിടെ 1 മീറ്റർ സ്ഥലമേ ഉള്ളൂ. ഇത്രയും കടയും സാധനങ്ങളും അവിടെ 1 മീറ്റർ സ്ഥലത്ത് ഞങ്ങൾ കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല. അതിനുള്ള സംവിധാനം സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യണം. കൊട്ടാരക്കര നഗരസഭയിൽ നിന്ന് നമുക്ക് ഈ 27-ാം തീയതി മാറണമെന്ന് പറഞ്ഞ് നോട്ടീസ് തന്നിരിക്കുകയാണ്. ഈ ഓണസമയത്ത് ഇനി ഏകദേശം ഓണത്തിന് 2 മാസമേ ഉള്ളൂ. ഈ ഓണസമയം അടുപ്പിച്ച് ഞങ്ങൾ ഇത്രയും കടക്കാരുടെ ഇത് പെട്ടെന്ന് പൊളിച്ച് മാറ്റിക്കൊണ്ടുപോയി മേലോട്ട് മാറുമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഓണത്തിന് 2 മാസമേ ഉള്ളൂ. ഈ ഓണം കഴിഞ്ഞ് ഞങ്ങളെല്ലാം മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു ന്യായമുണ്ട്. അല്ലാതെ ഇത്രയും കടക്കാരും കൂടെ ചേർന്ന് ഇപ്പം പെട്ടെന്ന് വന്ന് പൊളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഓണത്തിന് മുമ്പിട്ട് മാറണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. എല്ലാവരും ഈ ഇത്രയും കച്ചവടക്കാരുണ്ട്. മേളിൽ ചെറിയ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത്രയും കച്ചവടക്കാരോട് അങ്ങോട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും കച്ചവടക്കാർ കൂടെ അവിടെ ഇപ്പോൾ ഒരു കാലത്ത് ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ള യാതൊരു സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി അവിടെ ഇരുന്ന് ഈ കടകളെല്ലാം കൂടെ പൊളിച്ച് കൊണ്ടുപോയിരുന്ന് കച്ചവടം ചെയ്യാനുള്ള യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഈ ചെറുകിട കച്ചവടക്കാരെല്ലാം അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം ഒപ്പിക്കണമെന്നാണ് ഞങ്ങളെ ഈ കച്ചവടക്കാർ എല്ലാവരും കൂടെ ഒരാവശ്യം എല്ലാവരോടും ചേർന്ന് എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് പറഞ്ഞു. കൂടെ അവർ അവരെ പണിയാമെന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് നോട്ടീസ് കൊണ്ട് തരും, മാറിപ്പൊക്കാളാൻ പറയും. പിന്നെ ഇപ്പം മേളിൽ ഒരു ഷെഡ് അടിച്ചിട്ടിട്ടുണ്ട്.
കോഴി അടയ്ക്കാൻ തക്കിയ പോലെയുള്ള ഓരോ സ്ഥലമേ ഉള്ളൂ. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ഈ കടകളെ കൊണ്ടുപോയിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഈ സാധനമൊന്നും അവിടെ സേഫ്റ്റി ആയിട്ട് വെച്ചിട്ട് പോകാനൊക്കത്തില്ല. പച്ചക്കറിയും മീനും മാത്രമല്ല ഇവിടെ ഉള്ളത്, പാത്രങ്ങളും പിന്നെ തുണികളും മറ്റ് പിന്നെ അങ്ങനെയുള്ള പല പല ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. ഈ മാർക്കറ്റ് പൊളിച്ചിട്ട് വലിയ മാർക്കറ്റാക്കി കെട്ടിയിട്ട് കുത്തക മുതലാളിക്ക് വേണ്ടി 15 ലക്ഷം 20 ലക്ഷം അഡ്വാൻസ് മേടിച്ച് മറ്റുള്ളവർക്ക് കടകൾ കൊടുക്കുക. എന്നിട്ട് ഈ ഇരിക്കുന്നവരെല്ലാം ഞങ്ങളൊക്കെ 2-3 കൊല്ലമാകുമ്പോൾ കച്ചവടം പല രീതിയിൽ അങ്ങ് പോകുമല്ലോ. ഇത് 1 കൊല്ലം കൊണ്ട് പണി തരുമെന്ന് പറഞ്ഞത്, 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും പണിയത്തില്ല. അത് ഞങ്ങൾക്ക് കച്ചവടക്കാർക്കും എല്ലാം വൃത്തിയായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുക. ഈ മാർക്കറ്റ് ഇപ്പം തന്നെ 3-4ാമത്തെ വട്ടമാണ് ഇത് പണിയുന്നത്, 4-5 വട്ടം പണിഞ്ഞു. ഈ കോംപ്ലക്സ് പണിഞ്ഞത് ഇപ്പം പണിയെന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് ആ കോംപ്ലക്സ് ഇപ്പം 8 കൊല്ലമായി. 8 കൊല്ലം കൊണ്ട് ആ കോംപ്ലക്സ് അത് വേണം കിടക്കുക. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് പൊളിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഒരു കച്ചവടക്കാർക്കും ഒരു കടയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ പത്തനാപുരത്ത് ഒരു മാർക്കറ്റ് അവിടെ പണിഞ്ഞിട്ട് ഇന്നേ അവർ ആ പത്തനാപുരം മാർക്കറ്റ് നശിച്ച പോലെയല്ലേ, ആ പത്തനാപുരത്ത് ബിസിനസ് മൊത്തം നശിച്ച്.